ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ, എൻ്റെ പേര് ശ്രീഹരി എന്നാണ്. ഞാനായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു രണ്ടാം സെമസ്റ്റർ BA സൈക്കോളജിയുടെ മെയിൻ പേപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ബേസിക്കലി ഈ ഒരു പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് സോഷ്യൽ തിയറി എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക് കൂടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ എടുക്കാനായിട്ട് പോവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, സാധാരണ BA സോഷ്യോളജിയുടെ MA സോഷ്യോളജിയുടെ ഒക്കെ മെയിൻ പേപ്പർ ആയിട്ടുള്ള ഈ സോഷ്യോളജിക്കൽ തോട്ട് അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്ന പേപ്പർ എന്തുകൊണ്ടാണ് സൈക്കോളജിയിൽ നിങ്ങളുടെ പേപ്പറായിട്ട്, നിങ്ങളുടെ മെയിൻ പേപ്പറായിട്ട് ഇട്ടത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ്. ഓക്കെ, അപ്പോൾ സമൂഹത്തിലുള്ള ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലാണ് ആളുകളുടെ മനോഭാവത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ആളുകളുടെ സൈക്കോളജി, മനഃശാസ്ത്രം നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ സമൂഹത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സമൂഹശാസ്ത്രം എന്ന് പറയുന്ന വിജ്ഞാന ശാഖയെ വളർത്തിയെടുത്തിട്ടുള്ള അഗസ്റ്റ് കോംഡെയെ പോലെ, കാൾ മാക്സിനെ പോലെ, എമിലി ഡർക്കേമിനെ പോലെ, മാക്സ് വെബറിനെ പോലുള്ള കുറച്ച് ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകളുടെ തിയറിയാണ് പ്രധാനമായിട്ടും ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പേപ്പറിൽ രണ്ടാം സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ സമൂഹശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള അഗസ്റ്റ് കോംഡെയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എമിലി ഡർക്കേമിനെ കുറിച്ചിട്ടും മാക്സ് വെബറിനെ കുറിച്ചിട്ടും കാൾ മാക്സിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ള. ഓക്കെ അല്ലേ? അപ്പോൾ ഇവരെയാണ് പ്രധാനമായിട്ടും ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അതായത് സമൂഹശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന വിജ്ഞാന ശാഖയെ വളർത്തിയെടുത്തിട്ടുള്ള അഗസ്റ്റ് കോംഡെയെ പോലുള്ള ആളുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു തോട്ട്, ഒരു ചിന്താധാരയാണ് ഇത് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഈ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പേപ്പർ അത്യാവശ്യം കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം അഗസ്റ്റ് കോംഡെയും കാൾ മാക്സും എമിലി ഡർക്കേമും മാക്സ് വെബറും എങ്ങനെയാണ് അവരുടെ തിയറിയിലൂടെ സമൂഹത്തെക്കുറിച്ച് പറയുന്നത് എന്നാണ് ഈ ഒരു പേപ്പറിലൂടെ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അതായത് കാൾ മാക്സിനൊക്കെ ക്ലാസ് സ്ട്രഗിൾ എന്ന് വെച്ചാൽ സാമൂഹ്യ മാറ്റം ഉണ്ടാവണമെങ്കിൽ കാൾ മാക്സ് പറയുന്ന സമൂഹത്തിൽ രണ്ട് വർഗ്ഗങ്ങൾ തമ്മിലുള്ള ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവണമെന്നാണ് കാൾ മാക്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സോഷ്യോളജിസ്റ്റുകളുടെയും പുസ്തകങ്ങളിലൂടെ അവർ അവതരിപ്പിച്ചിട്ടുള്ള തിയറീസ് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിലൂടെ മെയിനായിട്ട് പഠിക്കാനുള്ള. എളുപ്പമാണ്, നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ബൈഹാർട്ട് പഠിക്കുക, അവരുടെ പുസ്തകങ്ങളുടെ പേര് പഠിക്കുക, അതായത് ബുക്കിന്റെ പേര്, അവർ മെയിൻ ആയിട്ടുള്ള ആ പുസ്തകത്തിലൂടെ അവർ കൊണ്ടുവരുന്ന മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേപ്പർ സിമ്പിൾ ആയിട്ട് തീർന്നു. ഓക്കെ അല്ലേ? അപ്പോൾ തുടക്കത്തിലേ പറയുകയാണ്, ഓരോ തിയറീസ് ക്ലാസ് എടുക്കുന്ന സമയത്തും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണാനും വീഡിയോ ഒക്കെ ഒന്ന് പോസ് ചെയ്ത് വെച്ച് വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം സോഷ്യോളജി മെയിൻ എടുത്ത് പഠിക്കുന്ന കുട്ടികൾ പോലും സപ്ലിമെന്ററി പരീക്ഷയൊക്കെ എഴുതുന്ന അല്ലെങ്കിൽ മാർക്ക് കുറവിൽ കിട്ടുന്ന ഒരു പേപ്പറാണ് ഈ സോഷ്യോളജിക്കൽ തിയറി അല്ലെങ്കിൽ സോഷ്യൽ തോട്ട് എന്ന് പറയുന്ന ഈ പേപ്പേഴ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചുമ്മാ ടെൻഷൻ എടുപ്പിക്കുകയല്ല, ഈ പേപ്പർ പഠിക്കേണ്ട എത്രമാത്രം ഗൗരവത്തോടെ ഈ പേപ്പർ പഠിക്കണം എന്നുള്ള കാര്യം, ഉൾക്കൊള്ളണം എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സാം എടുത്തിരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ഡീപ്പായിട്ട് പറഞ്ഞു പോകാനുള്ള സമയമൊന്നുമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു സോഷ്യോളജിസ്റ്റ് അയാളുടെ തിയറി അങ്ങനെ പഠിപ്പിച്ചു പോകാനാണ് നമുക്കിനി കുറഞ്ഞ സമയത്ത് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണ് പരമാവധി ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് എന്താണ് ഫോളോ ചെയ്ത് വരിക കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പേപ്പറിലെ ആദ്യത്തെ ബ്ലോക്കിൽ, ഒന്നാമത്തെ ബ്ലോക്കിൽ പ്രധാനമായിട്ട് നമുക്ക് 2 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ യൂണിറ്റ് ആണ് സോഷ്യൽ തിയറി, മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റ് ആണ് പാരഡിംസ് എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റ്. അവിടെ നമുക്ക് അഗസ്റ്റ് കോംഡെ, സോഷ്യോളജിയുടെ പിതാവായിട്ടുള്ള അഗസ്റ്റ് കോംഡെയുടെ പോസിറ്റിവിസം, അതുപോലെ തന്നെ ഇന്റർപ്രിറ്റേറ്റീവ് സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട തിയറീസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? രണ്ടൊന്നുമല്ല, അതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ട്. ലോ ഓഫ് ത്രീ സ്റ്റേഴ്സ് എന്ന് പറയുന്ന തിയറീസ് ഒക്കെ വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് അഡീഷണൽ ആയിട്ട് എടുക്കുന്ന കൂടെ നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് എന്താണ് സോഷ്യൽ തിയറി എന്ന് പഠിക്കാം. ഓക്കെ, നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് സോഷ്യൽ തിയറി എന്ന് ചോദിക്കുക. സോഷ്യൽ തിയറിയെ കുറിച്ച് പറയുന്നതിന് മുന്നേ സോഷ്യോളജിയെ കുറിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള വിജ്ഞാന ശാഖകൾ അല്ലെങ്കിൽ മാനവിക വിഷയങ്ങളിൽ ഒന്നാണ് സമൂഹശാസ്ത്രം അഥവാ സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? അഗസ്റ്റ് കോംഡെ. ഓക്കെ അല്ലേ? അപ്പോൾ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ സാമൂഹ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്, സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്താണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സോഷ്യൽ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ സയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സയൻസിൽ ഐസക് ന്യൂട്ടനെയൊക്കെ തിയറീസ് ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല അല്ലേ? എപ്പോഴും എന്താണ് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അല്ലേ?
ഇപ്പൊ നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തുള്ളതുപോലെ ആയിരിക്കില്ല ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു സ്ഥലം ഇപ്പോൾ ഉണ്ടാവുന്നത് അല്ലെ? അപ്പോൾ ഓരോ കാലഘട്ടം പിന്നിടും തോറും എന്താണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സമൂഹത്തെക്കുറിച്ചുള്ള സമൂഹശാസ്ത്ര ചിന്തകന്മാരുടെ ശാസ്ത്രീയമായിട്ടുള്ള വീക്ഷണങ്ങളെയാണ് ഈ സോഷ്യൽ തിയറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന അഗസ്റ്റ് കോംഡെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഹ്യൂമാനിറ്റേറിയൻ വിഷയങ്ങൾക്ക് ആദ്യകാലങ്ങളിൽ അത്ര വലിയ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ആദ്യകാലത്തെ ഈ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകളെല്ലാം പ്രധാനമായിട്ടും അഭിപ്രായപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് അല്ലെ? സയന്റിഫിക് സ്റ്റഡിയാണെന്ത് മനുഷ്യനുമായിട്ട് സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണെന്ത് സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് അഗസ്റ്റ് കോംഡെ സോഷ്യോളജിനെ വിളിച്ചത് സോഷ്യൽ ഫിസിക്സ് എന്നാണ്. ഓക്കെ. അപ്പൊ സാമൂഹ്യ മാറ്റങ്ങളെ കുറിച്ചും സമൂഹത്തിലുള്ള സാമൂഹ്യ ഘടനയെക്കുറിച്ചും സാമൂഹ്യ സ്ഥാപനങ്ങളിലെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ എന്താണ് മനസ്സിലാക്കുന്ന സമൂഹശാസ്ത്ര ചിന്തകന്മാരുടെ അഭിപ്രായങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സോഷ്യൽ തിയറി എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും ഒരു യൂണിറ്റ് മൊത്തം സോഷ്യൽ തിയറി ആയതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സോഷ്യൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് കണ്ടതിന് നന്ദി. താങ്ക് യു.